മൂന്നാറിലേക്കുള്ള വഴിയിൽ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥാനത്ത് വെള്ളം വീഴുന്ന ആ ട്രാക്ക് മാത്രമേ ഉള്ളൂ. സാധാരണ വേനൽക്കാലത്തെ അവസ്ഥ ഇതാണ്. അറബികളും മറ്റും വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്നു. ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് തുറന്നു വച്ചിരിക്കുന്ന ചെറിയ കടകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് തന്നെയാണ് കേരളത്തിലെ മിക്ക വെള്ളച്ചാട്ടങ്ങളുടെയും അവസ്ഥ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പൊതുവെ വെള്ളച്ചാട്ടങ്ങളുടെ ഒഴുക്ക് കുറയും. ഇതാണ് പ്രശസ്തമായ വാളറ വെള്ളച്ചാട്ടം. ജൂണായി കഴിഞ്ഞാൽ വളരെ ശക്തിയായി വെള്ളമൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ പാറ മാത്രമേ കാണാനുള്ളൂ. ഇനി ഞങ്ങൾ കല്ലാർകുട്ടി ഡാമിലേക്കാണ്. നല്ല വെയിലുള്ളതുകൊണ്ടും റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ടും പൊതുവെ വാഹനങ്ങൾ കുറവാണ്. യാത്ര ചെയ്യുന്നവരധികവും അതിരാവിലെയും സന്ധ്യയ്ക്ക് ശേഷമാണ് യാത്ര ചെയ്യുന്നത്. നാഷണൽ ഹൈവേ 85 കൊച്ചി മുതൽ മധുര വരെയുള്ള ഹൈവേയുടെ പണിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ ചെറിയ റോഡിൻ്റെ സ്ഥാനത്ത് ഭംഗിയായി ഇരു സൈഡുകളും കെട്ടി വീതിയുള്ള റോഡാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ റോഡ് പണി കഴിയുമ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രാ സമയം 1 മണിക്കൂറെങ്കിലും കുറയുമെന്നാണ് പറയപ്പെടുന്നത്. രാവിലെ കനത്ത ബ്ലോക്ക് ഉണ്ടായിരുന്ന റൂട്ടിൽ ഇപ്പോൾ വാഹനങ്ങൾ കാണാനേ ഇല്ല. മൂന്നാറിലേക്ക് പോകുന്ന അധികം ആളുകളും രാവിലെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ബ്ലോക്ക് പേടിച്ചിട്ടാണ് പ്രധാനമായിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തും. ഞങ്ങളതുകൊണ്ടാണ് തിരക്ക് കുറഞ്ഞ സമയം തന്നെ നോക്കി യാത്ര പുറപ്പെട്ടത്. റോഡ് പണിയുടെ വാഹനങ്ങൾ ആണ് അധികവും ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് വഴിയിൽ. ഈ വർഷം അവസാനത്തോടുകൂടി പണി തീരും എന്ന് പറയപ്പെടുന്ന ഈ റോഡ് കേരളത്തിൽ തന്നെ ഒരു പ്രധാന റോഡായി തീരാൻ, തമിഴ്നാടും കേരളവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡായി തീരുമെന്നുള്ളത് ഉറപ്പാണ്. അത്ര വീതിയിലും ഭംഗിയുമായിട്ടാണ് സൈഡുകൾ കെട്ടി മീഡിയൻ വെക്കേണ്ട സ്ഥലത്ത് മീഡിയൻ വെച്ച് പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ അടിമാലി എന്ന ടൗണിലാണ്. ഹൈ റേഞ്ചിൻ്റെ ഗേറ്റ് വേ ആണ് അടിമാലി. എല്ലാ സ്ഥലത്തു നിന്നുള്ള റോഡുകൾ വന്ന് അവസാനിക്കുന്നത് അടിമാലിയിലാണ്. ഒരു കാലത്തെ വൻകിട കടകളും കച്ചവട സ്ഥാപനങ്ങളും സിനിമാ തിയേറ്ററുകൾ, 2 പ്രമുഖ വിദ്യാലയങ്ങൾ, ഇപ്പോൾ 2 ഹോസ്പിറ്റലുകൾ ഇവയൊക്കെ ഉള്ളത് അടിമാലിയിലാണ്. വാഹന സൗകര്യം അത്രയില്ലായിരുന്ന സമയങ്ങളിൽ ഹൈറേഞ്ചുകാർ ആശ്രയിച്ചിരുന്നത് അടിമാലി ടൗണിനെയാണ്. പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വൻകിട പർച്ചേസിനും എല്ലാമായി അടിമാലിയെയാണ് ഹൈറേഞ്ചിലുള്ളവർ ആശ്രയിച്ചിരുന്നത്. നേരെ പോയാൽ മൂന്നാറിലേക്കും, ഇപ്പോൾ ഞങ്ങൾ റൈറ്റ് തിരിഞ്ഞ് കല്ലാർകുട്ടിയിലേക്കുമാണ് പോകുന്നത്. ഈ റോഡ് വഴി പോയാൽ കല്ലാർകുട്ടി, പൊന്മുടി, രാജാക്കാട്, രാജകുമാരി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചെന്നെത്താം. എഴുപതുകളിലെ കുടിയേറ്റം കഴിഞ്ഞ് ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ വളരെ ഫാസ്റ്റായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് അടിമാലി. വൻകിട കച്ചവട സ്ഥാപനങ്ങൾ, എന്തിന് ബ്രാൻഡഡ് ഷോപ്പുകൾ പോലും ഇപ്പോൾ അടിമാലിയിലുണ്ട്. അടിമാലി കഴിഞ്ഞാൽ പിന്നീട് കല്ലാർകുട്ടി, പൊന്മുടി, വെള്ളത്തൂവൽ, രാജാക്കാട്, രാജകുമാരി ഭാഗത്തേക്കുള്ള ധാരാളം ബസ്സുകളും വാഹനങ്ങളും ആശ്രയിക്കുന്ന റോഡാണിത്. ഈ റോഡ് മുമ്പ് തന്നെ ടാർ ചെയ്തിരുന്നു. ചില സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ റോഡ് നല്ല രീതിയിലാണ് പരിപാലിച്ചു പോരുന്നത്. കുടിയേറ്റ കാലഘട്ടങ്ങളിൽ നടപ്പുവഴിയായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ വിശാലമായി വാഹനങ്ങൾക്ക് പോകാൻ പാകത്തിൽ ആക്കി എടുത്തിരിക്കുന്നത്. ഇരു സൈഡിലെയും കാഴ്ചകളും
വളരെ ഭംഗിയുള്ളതാണ്. മഴക്കാലമായാൽ പലപ്പോഴും കോടയിറങ്ങുന്ന റോഡുമാണിത്. പൊതുവെ വന്യമൃഗങ്ങളുടെ ശല്യമില്ലാത്ത ഒരു റോഡുമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കല്ലാറുകുട്ടി ഡാമിലെത്തി. 1961 കമ്മീഷൻ ചെയ്ത ഒരു ഗ്രാവിറ്റി ഡാമാണ് കല്ലാറുകുട്ടി ഡാം. ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി പണിതിരിക്കുന്ന ഈ ഡാം മുതിരപ്പുഴയാറിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു റിസർവെയറും ഇപ്പോൾ വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൽ ബോട്ടിംഗ് സൗകര്യമുണ്ട്. ഇപ്പോൾ അധികം ടൂറിസ്റ്റുകളെ ഇവിടെ കാണാനില്ല എങ്കിലും രാവിലെയോ വൈകുന്നേരമോ വന്നാൽ ധാരാളം ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാം. അരമണിക്കൂറോളം കല്ലാറുകുട്ടി ഡാമിൻ്റെ പരിസരത്ത് ചെലവഴിച്ച ശേഷം ഞങ്ങൾ പൊന്മുടി ഡാമിലേക്ക് യാത്രയായി.